ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസൺ അതിന്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ മത്സരങ്ങൾ ആവേശകരമാകുകയാണ്. ബാംഗ്ലൂരും മുംബൈയും അടക്കമുള്ള ടീമുകൾ പ്ലേ ഓഫ് ഏകദേശം ഉറപ്പിച്ചപ്പോൾ ചെന്നൈ അടക്കമുള്ള ടീമുകൾ അല്പം പ്രതിസന്ധിയിലാണ്. അവർ ഇതിനോടകം പുറത്തായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഒന്നെങ്കിൽ പ്ലേ ഓഫ് അല്ലെങ്കിൽ പുറത്ത് എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ചില ടീമുകളുമുണ്ട്. ലക്നൗ സൂപ്പർ ജയൻസ് അത്തരത്തിലൊരു ടീമാണ്. പ്ലേ ഓഫിലേക്ക് കടക്കണമെങ്കിൽ അവർക്ക് ശേഷിക്കുന്ന 3 മത്സരങ്ങളും ജയിച്ചേ പറ്റുകയുള്ളൂ. ലീഗിന്റെ അവസാന സ്റ്റേജിലേക്ക് വന്നപ്പോൾ ലക്നൌവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവരുടെ സൂപ്പർ താരങ്ങളിൽ പലരും മോശം ഫോമിലാണ് എന്നുള്ളതാണ്. ലീഗിന്റെ ആദ്യഘട്ടത്തിൽ നല്ല ഫോമിൽ കളിച്ചിരിക്കുന്ന നിക്കോളാസ് പൂരനടക്കമുള്ള താരങ്ങൾ റൺ കണ്ടെത്താൻ പാടുപെടുകയാണ്. എന്തായാലും ലക്നൗ സൂപ്പർ ജയൻസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ടീമിലെ പടലപ്പിണക്കത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മുഹമ്മദ് കൈഫ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ലക്നൗ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ച് ഒട്ടും കാര്യങ്ങൾ നല്ല രീതിയിലല്ല മുമ്പോട്ട് പോകുന്നത്. താരങ്ങളുടെ മോശം ഫോം മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. മെൻഡറായിട്ടുള്ള സൈഗർ ഖാനും അതുപോലെ പരിശീലകനായിട്ടുള്ള ജസ്റ്റിൻ ലാംഗനും തമ്മിൽ നല്ല ബന്ധത്തിലല്ല. ഇരുവരും തമ്മിൽ സംസാരിക്കാറ് പോലുമില്ല. ഇരുവരും ലക്നൗ സൂപ്പർ ജയൻസിന്റെ മത്സരം നടക്കുമ്പോൾ ഇരിക്കുന്നത് നിങ്ങൾ കാണുക. ഒരുമിച്ച് ഇരിക്കാറില്ല. താരങ്ങളോട് പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാറില്ല. ഇങ്ങനെയൊക്കെ പോയാൽ എങ്ങനെയാണ്? ലക്നൗ സൂപ്പർ ജയൻസ് താരതമ്യേന പുതിയ ടീമാണ്. ഇരുവരും പുതിയ പരിശീലകരുമാണ്. എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് ലീഗ് കടക്കുകയാണ്. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാത്ത പക്ഷം ലക്നൗ പ്ലേ ഓഫിൽ എത്തില്ല. ഇതാണ് കൈഫ് പറഞ്ഞ വാക്കുകൾ. എന്തായാലും നിലവിലെ അവസ്ഥയിൽ ലക്നൗ സൂപ്പർ ജയൻസിന്റെ പ്ലേ ഓഫിലെത്താൻ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.